മാത്രമുള്ളവനല്ല, നിങ്ങളെ കാണും വലിയ ത്യാഗം ചെയ്തിട്ടാ നിങ്ങളുടെ ഉപ്പമാർ നിങ്ങളുടെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്റെ ഉപ്പാക്ക് സ്വത്തില്ലാന്ന് പറഞ്ഞിട്ടോ, ഉപ്പാക്ക് സൗന്ദര്യമില്ലാന്ന് പറഞ്ഞിട്ടോ, ഉപ്പാക്ക് വയസ്സായി എന്ന് പറഞ്ഞിട്ടോ, പൊന്നുമക്കളെ നിങ്ങൾക്കും വയസ്സാകാനുണ്ട്, നിങ്ങളും ഉപ്പയാകാനുണ്ട്, നിങ്ങളുടെ മക്കൾക്കും കല്യാണം കഴിയാനുണ്ട്. അതുകൊണ്ട് കാരുണ്യമായ ഏറ്റവും വലിയ കാരുണ്യം ഉപ്പയോട് ചെയ്യുന്ന, ഉമ്മയോട് ചെയ്യുന്ന കൃപയും കാരുണ്യവുമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്ക് ദീർഘായുസ്സ് നൽകണം. അല്ലാ, മരിച്ചുപോയ ഉമ്മ ഖബറിൽ കടന്ന് കാക്കുന്നുണ്ട്, പള്ളിയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നുമക്കൾ പള്ളിക്ക് വേണ്ടി വല്ലതും കൊടുക്കുവോ? എന്റെ പെണ്ണുമക്കൾ പള്ളിക്ക് വേണ്ടി വല്ലതും കൊടുക്കുവോ എന്ന് ഉമ്മ ഉപ്പ ആറടി മണ്ണാകുന്ന ഖബറിൽ കടന്നിട്ട് ഓരോ വെള്ളിയാഴ്ച രാത്രികളും ഖബറിലേക്ക് വീതിക്കപ്പെടുന്നുണ്ട്. ഇവിടെ മനോഹരമായ പള്ളി വരുമ്പോ സഹായിക്കണേ മുഅ്മിനേ. മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ, മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ ജീവിച്ചിരിപ്പുള്ള ഉപ്പാക്ക് ദീർഘായുസ്സിന് ആഫിയത്തിന്, ഉമ്മാക്ക് ദീർഘായുസ്സിന് ആഫിയത്തിന് കൊടുത്താ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് സദഖ ചെയ്യാതിരിക്കില്ല, നിങ്ങൾക്ക് ദുആ ചെയ്യാതിരിക്കില്ല, നിങ്ങൾക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാതിരിക്കില്ല. അല്ലാ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണം. അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിന് ഉപ്പാരും ശ്രദ്ധിക്കണം. മക്കൾക്ക് വയസ്സാകുമ്പോ കെട്ടിച്ചു കൊടുക്കണം. ആൺമക്കൾക്ക്, പെണ്ണുമക്കൾക്ക് എല്ലാരും ഉസ്താദെ വയസ്സായി 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 ദ്വാരക്കണം. ഇന്ന് വരെ ഒരു വയലിനോട് ഉസ്താദെ എന്റെ ആണുമോൻക്ക് നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ആ ഉദ്ദേശമില്ല, മോളെ കെട്ടിക്കണം, മോളെ കെട്ടിക്കണം, മോളെ കെട്ടിക്കണം അല്ല. 25 വയസ്സിന് മുമ്പേ ആൺമക്കൾക്ക് കല്യാണം കഴിക്കാൻ പറയണം. പറയുന്നത് എങ്ങനെയെന്ന് കേട്ടെങ്കിൽ ഇടക്കൊരുത്തിൽ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഉസ്താദ് എങ്ങനെ ഉപ്പാനെ ചെലിട്ട് ശരിയാക്കി ഉസ്താദ്. ഞങ്ങൾക്കൂടെ പാലക്കാരെ ചെലിട്ട് തന്നിട്ടില്ലാവാ. ഇനി നാളെ നിങ്ങൾ കണ്ട നിങ്ങൾ മറ്റു ഉസ്താദിനെ ടൈറ്റാക്കിയത് അല്ല, ഞങ്ങളാരും ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ഞാനും എല്ലാം പോയിട്ട് പറഞ്ഞു അയാളോട്, അല്ല ഇതാ നിങ്ങളെ മോനി മംഗലെടുക്കുന്ന എന്റെ മോനിയാ, ഇത് കബറുയിക്കണ നല്ല കേട്ട മംഗലം കഴിക്കണ ഇല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു കടമുണ്ട്, നിങ്ങൾ ചോദിക്കണം നിങ്ങളെ മോനോട് മംഗലം കഴിക്കുന്ന. അയാള് പറഞ്ഞു ഇപ്പൊ വേണ്ട ഉസ്താദ്, ഇപ്പൊ മന്ത്ലി കറക്റ്റ് തരണം, മാസം നയിച്ചിട്ട് മാസം തരുന്നു, കുറച്ച് വോട്ടിങ് തന്നെ. പിന്നെ മംഗലം കിട്ടല, ഇതെന്ത് കിട്ടല. പിന്നെ മംഗലത്തിന് കുറെ ചെലവ്, അതിന് ചെലവ്, കുറച്ച് കഴിയുമ്പോ അപ്പത്തിന്റെ മംഗലത്തിന്, പിന്നെ തൊട്ടിലിട്ടാനും, പിന്നെ ഡെലിവറി ചെലവ്, ഇതെല്ലാം ആയിട്ട് മോൻ ചെല്ലു. ഞമ്മക്കിടെ വന്ന മരിയോള് ചെല്ലു, ഞമ്മക്കൂടെ ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ താന്നില്ല, ഞമ്മ ഫ്ലാറ്റിലേക്ക് പോയിട്ട് എടുത്തോണ്ട് പോവാന്. അതും ഇല്ല. ഇരിക്കട്ടു ഉസ്താദ്, അർജന്റ് ആക്കണ്ട. ഉപ്പ മോനുള്ളിൽ നിന്നിട്ട് കാക്കുന്നുണ്ട്, ഇത് വിസ പാസ്സാന്ന് ഉസ്താദ് ചെലിട്ടെങ്കിലും കേൾക്കും. ഞാൻ പറഞ്ഞു അങ്ങനല്ല, നിങ്ങളൊരു കടമയുണ്ട് ചോദിക്കണ്ടേ, വയസ്സായിനല്ല മോൻക്ക് ആഗ്രഹം ഉണ്ടാകും. അങ്ങനത്തെ വിഷയത്തിലല്ലേ ഞമ്മ ചെലിട്ട് നീ എന്താക്കണ്ട, ഓർമ്മയാക്കുന്ന വേണ്ട. മോൻ ചെലിട്ടാണ് ഞാൻ കൊണ്ടുവന്നു ഉപ്പാട്. ഞാൻ ചിലായെങ്കിലും കേക്കി നോക്കാൻ അങ്ങനെ അവന്റെ പേര് ചെലിട്ട് വിളിച്ചു, പേര് ചെന്നല്ല ലൈവ് നോക്കുന്നുണ്ടെങ്കിലും എന്ത് പാപ്പ അങ്ങനെ കേട്ടെങ്ങോ എന്ത് ചെന്ന ഒക്കുമ്പോ ഞാൻ അങ്ങനെ ചെന്ന ഇയാള് കേട്ടെന്ന് ഇല്ല ഉസ്താദ്. അപ്പൊ അല്ല കാത്ത് അയാള് ബുദ്ധി വേണ്ട, ഫോട്ടോ ഉസ്താദ് ഗൾഫിലേക്കല്ല പോയിട്ട് വർക്ക് പറ്റ പൈസ അങ്ങനെ ആക്കാൻ പാടില്ല, ചതി ഉണ്ടാക്കാൻ പാടില്ല. മക്കൾക്ക് വയസ്സാകുമ്പോ പെണ്ണുമക്കൾക്ക് താല്പര്യം എടുക്കുന്ന പോലെ ആൺമക്കളോട് എന്ത് പറയണം, നിങ്ങളിൽ പൈസ ഉണ്ടെങ്കിൽ ആനന്ദി എന്റെ അധ്യക്ഷനൊന്നുമില്ല അങ്ങനല്ല. എന്റെ മോൻ അങ്ങനെ അയക്കുമാനെ എന്തിലും ചില്ലറുണ്ട് ഞാൻ തരാം, നീ പിന്നെ ഉണ്ടെങ്കിൽ തന്നങ്ങ് മതി. അങ്ങനെ പെണ്ണുമക്കൾക്ക് ചെയ്യുന്ന പോലെ ആൺമക്കളോടും സ്നേഹത്തിൽ വർത്തിക്കാൻ കഴിയണം. മംഗലം കഴിഞ്ഞെങ്കിലും അല്ലെങ്കിലും ആൺമക്കളെയും പെൺമക്കളെയും ഭേദഭാവ തിരിച്ചിട്ട് കാണാൻ പാടില്ല. ഇതങ്ങനല്ല. ഉമ്മാർക്ക് ഉപ്പാർക്ക് ഒരേ ബേജാറ്, മോള് വായിച്ചേർത്ത് സമാധാനമില്ല, മോളെ അമ്മായി ജോറു, ഐമാന്റെ കിരികിരി, കൂടെ ഈമാന്റെ കിരികിരി, ഈ മാമിന്റെ കിരികിരി, ഇതിന്റെ വിഷയം തന്നെ ഇല്ല. ഏത് ഇതേപോലത്തെ ഒരു മോള് മോന്റെ അടുത്തേക്ക് വന്നിനി, ഓളയാ
ഒക്കെ എന്ത് രഷ്ട? ഞാൻ 12 റെസ്റ്റ് എടുത്തിട്ടില്ല, നിങ്ങക്ക് എന്ത് റെസ്റ്റ്? ഇപ്പോഴേ തുടങ്ങിയ റെസ്റ്റ്? എന്ത് റെസ്റ്റ്? ആ ദാക്കട്ടർ ശരിയില്ല, വേറെ ദാക്കട്ടറൊക്കെ പോന്നിട്ട് ഈ മോള് വന്ന് 2 മാസം കഴിയുമ്പോ ഇതാ നീ എന്ത് പണിയെടുത്തിട്ടുണ്ട, നീ റെസ്റ്റ് എടുക്ക്. ഏത് ഇപ്പൊ പണിയെടുക്കാൻ കായല ഡാക്ടർ ചെല്ലനല്ലേ? നേരെ ശരി, അപ്പുറത്തേക്കൊന്ന് വേറെ ഇപ്പുറത്തേക്കൊന്ന്. ആ രൂപത്തിൽ അവര് ഇതെല്ലാം മക്കള് നാളെ തിരിച്ച് കളാവിട്ടു. ഇതൊക്കെ അവരുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് മുത്തുമുമ്മിനീങ്ങളെ എല്ലാവരോടും കരുണയുള്ളവരാകണം. എല്ലാവരോടും കരുണയുള്ളവർ, അവർ അള്ളാഹുവിന്റെ കരുണക്ക് അർഹരാ. അവർക്ക് റബ്ബിന്റെ കരുണ കൊണ്ട് സ്വർഗം കിട്ടുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, ധാരാളം കരുണ ചെയ്യണേ. പിന്നെയോ അസ്സദഖ, വിജയിക്കാനുള്ള 3ാമത്തെ വഴി സദഖയാണ്. ധാരാളം സദഖ ചെയ്തോ. ചെയ്യുന്ന സദഖ അല്ലാഹുമ്മ അതി മുൻഫിഖൻ ഖലഫാ, കൊടുക്കുന്നവർക്ക് നീ പിന്നെയും പിന്നെയും കൊടുക്കുക അല്ലാഹ്. സദഖ ചെയ്തോ മുഅ്മിനീങ്ങളെ. ധാരാളം ചെയ്യുന്ന സദഖകളില്ലേ, ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടണോ. അബുൽ ലൈസ് സമർഖന്ദി തങ്ങൾ പറയുകയാ, നീ ചെയ്ത സദഖയില്ലേ ഖബറിൽ രക്ഷയാണ്. മഹ്ശറയിലോ നിന്നെ സ്വർഗം വരെ കൊണ്ടെത്തിക്കുന്നതാണ് സദഖ. ജാരിയായ സദഖയില്ലേ, മരിച്ചാലും നിലനിൽക്കുന്ന സദഖയില്ലേ. പള്ളിയാകുമ്പോ, മദ്രസയാകുമ്പോ അതിനൊരു കല്ല് കൊടുത്തോ, അതിന് പൊയ്യ കൊടുത്തോ, അതിന് സിമന്റ് കൊടുത്തോ, അതിന് കരണ്ട് കൊടുത്തോ, അതിന് എന്ത് നീ കൊടുത്താലോ എത്ര കൊല്ലങ്ങളോളം അത് ബാക്കിയാകുമ്പോ, 10-60 കൊല്ലങ്ങൾ ബാക്കിയാകുമ്പോ കാലാകാലം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജാരിയായ സദഖ പെരുപ്പിച്ചോ. ആഫത്തുകൾക്കുള്ള കാവലാണ്, ബുദ്ധിമുട്ടുകൾക്കുള്ള കാവലാ, രോഗങ്ങൾക്കുള്ള കാവലാ, എല്ലാ ആഫത്ത് മുസീബത്തുകൾക്കുള്ള കാവലാണ് സദഖ. ആരും അറിയാതെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുകയാണ്. ആരും അറിയുന്നില്ല ഈ സദഖയുടെ കൂലി, ആരും അറിയുന്നില്ല രഹസ്യമായ സദഖാന്റെ കൂലി. എല്ലാ അല്ലാഹു തന്നതിൽ നിന്ന് നീ സദഖ ചെയ്യുമ്പോ, ധാരാളം കൊടുക്കുമ്പോ, ദാനധർമ്മം ചെയ്യുമ്പോ വലിയ വലിയ ആപത്തുകളെ തൊട്ട് കാവലാകുന്ന രോഗങ്ങൾ അല്ലാഹു തടുക്കുന്നു. ആക്സിഡന്റുകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നു. മാറാവ്യാധികളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നു. എല്ലാത്തിനുമുള്ള കാവല് സദഖയാ മുഅ്മിനേ. ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. മരിക്കുന്ന നേരത്ത് പറയുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? കുറച്ചങ്ങ് ചിന്തിച്ചാ ഞാൻ സദഖ ചെയ്യാമല്ലാ. മരിക്കാൻ കിടക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ ഒരു മനുഷ്യൻ പറയുന്ന പറച്ചില്, യാ അല്ലാഹ് ആയുസ് നീട്ടി തന്നാൽ ഞാൻ സദഖ ചെയ്തു കൊള്ളാമല്ലാ. ഞാൻ ഹജ്ജ് ചെയ്യാനല്ല, നോമ്പെടുക്കാനല്ല, നിസ്കരിക്കാനല്ല, ഞാൻ സദഖ ചെയ്യാമല്ലാ. മരിക്കലോടുകൂടെ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. എല്ലാം കാണുന്ന കണ്ണിന്റെ ആ അകക്കാഴ്ച തുറക്കുന്ന നേരത്ത് അപ്പോഴാ മനസ്സിലാകുന്നത് സദഖയുടെ മഹത്വം അറിയണോ. മരണത്തോട് മല്ലിടുന്ന നേരമാകണം, 6 അടി മണ്ണിനടിയിൽ കിടക്കുന്ന സമയമാകണം, മഹ്ശറയുടെ മുറ്റത്തെത്തണം. അപ്പോഴാ കൊടുത്ത പള്ളിക്ക് കൊടുത്ത കല്ലുകൊണ്ട്, പള്ളിക്ക് കൊടുത്ത സിമന്റ് കൊണ്ട്, പള്ളിക്ക് കൊടുത്ത മറ്റു സഹായങ്ങളെ കൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്നാ. അല്ലാഹു അവന് സ്വർഗീയ കൊട്ടാരം പണിഞ്ഞു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സദഖ ചെയ്തു. പേരിനല്ല, പ്രശസ്തിക്കല്ല, പ്രസിഡന്റ് ആകാനല്ല, കമ്മിറ്റിയാകാനല്ല, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരും ആഗ്രഹിച്ചു പോകല്ല.
സ്ഥാനമാനങ്ങളുടെ കൊതി മുസീബത്താ. പ്രസിഡന്റ് ആകണമെന്ന കൊതി അത് നല്ലതല്ല. സെക്രട്ടറി ആകണമെന്ന കൊതി അത് നല്ലതല്ല. പ്രസിഡന്റ് ആകാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്ന കാലഘട്ടമാണ്. മെമ്പറാകാൻ പണം കൊടുക്കുന്ന കാലഘട്ടമാണ്. നീ എന്റെ പേര് വിളിച്ചാ ഞാൻ നിന്റെ പേര് വിളിക്കാണ് പറയുന്ന കാലഘട്ടമാണ്. ഞാൻ പ്രസിഡന്റ് ആയാണ് എന്നെ സെക്രട്ടറി ആക്കാണ് പറയുന്ന കാലഘട്ടമാണ്. വീട് വീടാണ്ടര മീറ്റിങ്ങുകളാ. പള്ളിയുടെ ജനറൽ ബോഡി വിളിച്ചിട്ടില്ല, സമയമാകുന്നല്ലേ ഉള്ളൂ. ആര് ഭരിക്കണം, ആര് പ്രസിഡന്റ് ആകണോ, ആര് സെക്രട്ടറി ആകണോ? വീട് വീടുകളിൽ മീറ്റിംഗ് കൂടുന്ന കാലഘട്ടമാണ്. ടൗണുകളിൽ മീറ്റിംഗ് കൂടുന്ന കാലഘട്ടമാണ്. അങ്ങാടിയിൽ മീറ്റിംഗ് കൂടുന്ന കാലഘട്ടമാണ്. എന്തിനാ? രാഷ്ട്രീയക്കാരെ പോലും നാണം കെടുത്തുന്ന രൂപത്തില് അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാനോ, അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാനോ? നഊദു ബില്ലാഹ്. സ്ഥാനം ചോദിച്ചു വാങ്ങൽ അത് ഖൈറല്ല, അതിൽ ബറക്കത്തില്ല. അതെത്ര വലിയ ആളാണെങ്കിലും അതിനു വേണ്ടി പണിയെടുത്തിട്ട് നീ അള്ളാന്റെ പള്ളിക്ക് ഖിദ്മത്താണെന്ന് കരുതണ്ട. എത്രയെത്ര നാടുകളിൽ എന്തൊക്കെ മോശങ്ങളാ. പണം കൊടുത്തിട്ട് കമ്മിറ്റിയിൽ കയറുക, കൈക്കൂലി കൊടുത്തിട്ട് കമ്മിറ്റിയിൽ കയറുക, ആളുകൾക്ക് പാർട്ടി കൊടുത്തിട്ട് പ്രസിഡന്റ് ആവുക, ആളുകൾക്ക് പണം കൊടുത്ത് പ്രസിഡന്റ് ആവുക, ഓഫർ നൽകിയിട്ട് പ്രസിഡന്റ് ആവുക, കമ്മിറ്റി മെമ്പർ ആവുക, സെക്രട്ടറി ആവുക, ഖജാൻജി ആവുക. ഇതെല്ലാം നല്ല പരിപാടിയല്ല. ഖാലിഖായ റബ്ബിന്റെ ഭവനോ, ആ ഭവനത്തിൽ ഏറെക്കുറവ് വന്നാൽ, കണക്കിൽ ഏറെക്കുറവ് വന്നാൽ, ജമാഅത്തിൽ അനാചാരം നടന്ന, പട്ടിണി കടന്ന് പെണ്ണ് വ്യഭിചരിക്കാൻ പോയാൽ, നാടുകളിൽ കല്യാണ വീടുകളിൽ ആർഭാടങ്ങളായ കല്യാണ വീടുകളിൽ ഡാൻസും പാട്ടുകളും കള്ളും കഞ്ചാവുമായ, അല്ലാഹുവോട് ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് വലിയ ഉത്തരവാദിത്വമാണ്. അവസാനം സ്വർഗത്തിൽ പോകുന്ന പ്രവാചകനാരാണോ? നബിയുല്ലാഹി സുലൈമാൻ. എന്തേന്നറിയോ? ലോകം മടക്കി ഭരിച്ചതിന്റെ കാരണത്താൽ 1,00,000 ചില്ലാനം അംബിയാ മുർസലീങ്ങളിൽ അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയാ. അല്ലാഹു അനുഗ്രഹിച്ച ആളല്ലേ, അല്ലാഹു സ്ഥാനം കൊടുത്ത ആളല്ലേ, കാറ്റിലൂടെ സഞ്ചരിച്ച ആളല്ലേ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളല്ലേ, അല്ലാഹ്ക്കും വേണ്ടി എല്ലാം ദാനം ചെയ്തവരല്ലേ. പക്ഷേ അവിടേക്ക് കിട്ടിയ സ്ഥാനമാനത്തിന്റെ പേരില്, അവർക്ക് കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെ പേരില്, അവർക്ക് കിട്ടിയ രാജാധികാരത്തിന്റെ പേരില് മഹ്ശറയുടെ തിരുമുറ്റത്ത് അംബിയാ മുർസലീങ്ങളിൽ അവസാനത്തെ ആളായില്ലയോ? പള്ളി പ്രസിഡന്റ് ആകുന്നത് ചെറിയ പ്രവൃത്തിയല്ല, ചെറിയ ഉത്തരവാദിത്വമല്ല. കമ്മിറ്റി മെമ്പറാകുന്നത്, സെക്രട്ടറി ആകുന്നത്, ഖജാൻജിയാകുന്നത് ഇത് രാജകീയ പട്ടമല്ല, ഇത് പരീക്ഷണമാണ്. കുല്ലുക്കും മസ്ഊൽ. അല്ലാഹു നാളെ മഹ്ശറയുടെ മുറ്റത്ത് ആയിരക്കണക്കിന് കൊല്ലം നിർത്തിയിട്ട് ജമാഅത്തിന്റെ വിഷയത്തിൽ ചോദ്യം ചെയ്യുമ്പോ, പള്ളിയുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യുമ്പോ, ജമാഅത്തുകാർ പട്ടിണി കടന്നത് ചോദ്യം ചെയ്യുമ്പോ, ജമാഅത്തിൽ കൂടാട്ടമുണ്ടായത്, ഡാൻസ് നടന്നത്, കല്യാണ വീട്ടിൽ പാട്ട് നടന്നത്, ഹറാമുകൾ നടന്നത്, എല്ലാത്തിനും ഉത്തരം പറയേണ്ടവരാ ഈ കമ്മിറ്റിക്കാര് എന്നല്ല, എല്ലാ കമ്മിറ്റിക്കാർക്കും വലിയ ഉത്തരവാദിത്വമാണ്. ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കല് മാത്രമല്ല, ഉസ്താദന്മാരെ പേടിപ്പിക്കല് മാത്രമല്ല, ഉസ്താദന്മാരെ വെറുപ്പിക്കല് മാത്രമല്ല, കൊല്ലമാകുമ്പോ പിരിച്ചുവിടൽ മാത്രമല്ല, അവരാക്ഷേപിക്കൽ മാത്രമല്ല, ഇതൊന്നും അവരുടെ ഡ്യൂട്ടിയല്ല.
റമളാൻ മാസത്തിൽ ചില കമ്മിറ്റിക്കാർ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞപാട് ലൈറ്റ് ഓഫ് ചെയ്യണം ഉസ്താദ്, ഫാൻ ഓഫ് ചെയ്യണം ഉസ്താദ്. പള്ളിന്റെ കറണ്ടല്ലേ, പള്ളിന്റെ ഫാനല്ലേ, ഈ പള്ളിന്റെ ഫാന് ഇത് നിസ്കരിക്കാനുള്ളവർക്കാ, പള്ളിയുടെ ലൈറ്റ് ഖുർആൻ ഓടാനുള്ളവർക്കാ. ഇമാം ജമാഅത്ത് കഴിഞ്ഞ ഫാൻ ഇടാൻ പാടില്ലെന്ന നിയമമുണ്ട് ചില പള്ളികളിൽ. ഇമാം ജമാഅത്ത് കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡ് തൊട്ടുപോകരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചില പള്ളികളിൽ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളിൽ നിസ്കാരത്തെ തൊട്ടും ദിക്റിനെ തൊട്ടും മടങ്ങുന്ന ആ മുടക്കുന്നവനേക്കാളോ വലിയ അക്രമി ആരാ? അതുകൊണ്ട് മുഅ്മിനേ, പള്ളി പരിപാലിക്കൽ ചെറിയ വിഷയമല്ല. ഖാലിഖായ റബ്ബിന്റെ മുമ്പില് നാട്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ, ചോദിച്ചു വാങ്ങിയവർ കൈകടിക്കേണ്ടി വരുന്നൊരു ദിവസമാ. ചോദിച്ചു വാങ്ങിയവർ, വോട്ട് നടത്തി വാങ്ങിയവർ, പണം കൊടുത്തു വാങ്ങിയവർ, ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോരാടിയവർ, അവരെല്ലാം ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്തായിട്ട് കാലങ്ങൾക്ക് ശേഷമാണ് സയ്യിദുനാ ഉമർ തങ്ങളെ സ്വപ്നം കണ്ടയാളോ. ആള് ചോദിക്കുക, അല്ല ഉമർ തങ്ങളെ, ഇത്ര കാലമായിട്ട് വിവരമൊന്നുമില്ലല്ലോ, ഇത്ര കാലമായിട്ട് ഒരു വിവരവും വന്നില്ലല്ലോ, ആരാ ഉമർ തങ്ങൾ? ആരാ? ഉമറും ഫിൽ ജന്ന, എന്റെ ഉമർ എന്റെ കൂടെ സ്വർഗത്തിലാ. നാളെ മഹ്ശറിലെത്തിയ ആദ്യം വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന മഹാൻ ആരാ? ഉമർ ഫാറൂഖ്. ഏതുവരെ എന്നോ ഒരു ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തപ്പോ അറിയാതെ ഒന്ന് പെട്ടെന്ന് അടിച്ചുപോയി. തിരിച്ചു വന്നിട്ട് പറയാ, മോനെ ഉമർ നിന്നെ അടിച്ചുവല്ലോ, ഉമറിന് തിരിച്ചടിക്കുമോ പൊന്നുമോനെ? ഉമറിനെ തിരിച്ചടിക്കാൻ ചോദിക്കുകയാ. ഉമർ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ തിരിച്ചടിക്കുന്നില്ല, തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ അടിച്ചു പോയത്, സാരമില്ല. ഉമർ തങ്ങൾ പറയാ, അല്ല മോനെ, ഖാലിഖായ റബ്ബിന്റെ മഹ്ശറിലേക്ക് മാറ്റിവെക്കാട് മാപ്പ് തരണേ മോനെ. പൊന്നുമോൻ ആ ചെറുപ്പക്കാരൻ പറയാ, ഞാൻ മാപ്പ് നൽകി തങ്ങളെ. നേരെ വീട്ടിലേക്ക് പോയി ചാട്ടവാറ് കയ്യിൽ പിടിച്ചിട്ട്, ചാട്ടി എന്ന് പറയാറില്ലേ നമ്മള്, ചാട്ടവാറ് കയ്യിൽ പിടിച്ചിട്ട് പുറത്തേക്ക് ആഞ്ഞടിക്കുകയാ. പുറത്തിൽ നിന്ന് രക്തം വരികയാ, പൊട്ടി പൊട്ടി കരയുകയാ. ആരാ? യബ്ന ഖത്താബ്, ഖത്താബിന്റെ മോനെ, നീ ആർക്കും വേണ്ടാത്തവനായിരുന്നില്ലേ, അല്ലാഹു നിനക്ക് ഇസ്സത്ത് തന്നില്ലേ, അല്ലാഹു നിന്നെ ഫജഅലക ഖലീഫ, അല്ലാഹു നിന്നെ ഖലീഫയാക്കിയില്ലേ, അല്ലാഹു നിന്നെ ഖലീഫയാക്കിയില്ലേ. ഖത്താബിന്റെ മോനെ, അഹങ്കാരം വന്നുപോയോ? നാളെ മഹ്ശറിലെത്തിയിട്ട് ഉമറേ നിന്നോട് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും ഉമറേ? ചോദിച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് പുറത്തടിച്ച് രക്തം വരുത്തിട്ട് ദിവസങ്ങളോളം രാത്രി ഉറങ്ങാതെ കരഞ്ഞ ആ മഹാനിന്റെ മരണശേഷം സ്വപ്നത്തിൽ കണ്ടയാള് ചോദിക്കുകയാ, അല്ല ഉമർ തങ്ങളെ, ഇത്ര കാലമായിട്ട് കണ്ടില്ലല്ലോ, ഉമർ തങ്ങളുടെ മറുപടി കേൾക്കണോ? ഓനെ, ഞാൻ ഖലീഫയായിരുന്നപ്പോ ആ
നാട്ടില് ഒരു ആട്ടുംകുട്ടിയുടെ കാല് ഒരു പാലത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ ആട്ടുംകുട്ടിക്ക് സങ്കടായിട്ടുണ്ട്. ആട്ടുംകുട്ടിയെ നോക്കാൻ ആരുണ്ടായില്ല. ഒരുപാട് സമയോ ആട്ടിന്റെ കാൽ കുടുങ്ങിയിട്ടവിടെ ബാക്കിയായിട്ടുണ്ട്. ഖാലിഖായ റബ്ബ് എന്നോട് അതിനെപ്പറ്റി ചോദിച്ചത് ഇത്ര കൊല്ലക്കാലം അല്ലാഹു എന്നോട് അതിനെപ്പറ്റി ചോദിച്ചതാ. മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഖലീഫയായ കാലഘട്ടത്തില് ഒരു ആട്ടുകുട്ടിക്ക് വന്ന വിഷമത്തിന്റെ പേരില്, സങ്കടത്തിന്റെ പേരില് ഒരുപാട് ചോദ്യം ചെയ്യപ്പെട്ടില്ലയോ? ആരെയാ ചോദ്യം ചെയ്തത്? എന്റെ കൂടെ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ അന്ത മിന്നീ യാ ഉമർ അന മിൻക യാ ഉമർ. ഉമറേ, ഹബീബ് തങ്ങളുടെ ഇഷ്ടക്കാരനല്ലയോ? ഹബീബ് തങ്ങളുടെ പിരിസക്കാരനല്ലയോ? സ്വർഗത്തിലേക്ക് ഹബീബ് തങ്ങളുടെ കൂടെ പോകുന്ന ആളല്ലയോ? സ്വർഗത്തിൽ ഹബീബ് തങ്ങളുടെ കൂടെ കിടക്കേണ്ട ആളല്ലയോ? അവരാ പറയുന്നത് ഖലീഫയായ സമയത്ത് ഒരാട്ടുകുട്ടിയുടെ കാല് കുടുങ്ങിയതിന്റെ പേരില് ഞാൻ സങ്കടത്തിലായി കേട്ടോ. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ നല്ലോണം ആലോചിക്കണം, നല്ലോണം ചിന്തിക്കണോ. അള്ളാന്റെ പള്ളിയുടെ വിഷയം കൈകാര്യം ചെയ്യുമ്പോ നല്ല സൂക്ഷ്മത വേണേ. താറുമാറാവല്ല. പള്ളിയുടെ പണം തിരിച്ചു കളയല്ല. പള്ളിയുടെ വസ്തുക്കൾ തിരിച്ചു വെക്കല്ല. അല്ലാഹുവിന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്വം അത് മുറ പോലെ വീട്ടാടെ പോയാൽ വലിയ ശാപമാണ്. അതിന്റെ നോട്ടക്കാരൻ അല്ലാഹുവാ. അതിന്റെ ഉത്തരവാദികൾ മലക്കുകളാ. അതിന്റെ നോട്ടക്കാർ സ്വാലിഹീങ്ങളാ. റബ്ബിന്റെ ഭവനം വളർന്നു വരുമ്പോ പള്ളിയുള്ളവരും ശരി ഇല്ലാത്തവരും ശരി എല്ലാവരോടും ചോദ്യമുണ്ട്. മറന്നുപോകല്ല. ചില ഇടങ്ങളിലുണ്ട് പള്ളിയുടെ അക്കൗണ്ടിലെ പണമെടുത്ത് മറിച്ച് കച്ചവടം ചെയ്യുന്നവർ, തിരിച്ചു കൊടുക്കുന്നവർ, അത് കടമായി എടുക്കുന്നവർ, എടുത്തിട്ട് മറ്റുള്ള ആവശ്യം പാടില്ല. മുഅ്മിനേ, റബ്ബിന്റെ ഭവനത്തിന്റെ ഒരു നാലാണ പോലോ അല്ലാഹുവിന്റെ ദീനിന്റെ അല്ലാഹുവിന്റെ പള്ളിയുടെ അതിൽ യാതൊരുവിധ കലർപ്പും വന്നുപോയാ ഖബറിൽ കടക്കാൻ സുഖമുണ്ടാവൂല. മഹ്ശറയിൽ ഉത്തരം കിട്ടൂല. അല്ലാഹുവേ, നീ കാക്കണം അല്ലാഹ്. മുഅ്മിനീങ്ങളെ, പള്ളിക്ക് വേണ്ടി ധാരാളം സദഖ ചെയ്യണം. ലോകം മടക്കി വരിച്ച നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഞാൻ ഇവിടുത്തുകാരെന്ന് പറഞ്ഞാൽ കേട്ടോ, എല്ലായിടത്തും ഭൂരിപക്ഷം പള്ളികളിലും കുഴപ്പാണ്, ഭൂരിപക്ഷം കമ്മിറ്റിയിലും കുഴപ്പാണ്, ഭൂരിപക്ഷം നാട്ടിലും കുഴപ്പാണ്. എന്നിട്ട് നാണം കെട്ട രൂപത്തില് നമ്മുടെ സമുദായത്തിന്റെ കമ്മിറ്റിയുടെ ഭിന്നിപ്പ്, കാഫിരീങ്ങള്, പഞ്ചാധിക എവിടെ വലിയ വലിയ കാഫിരീങ്ങളുടെ വീട്ടിൽ, പോലീസ് സ്റ്റേഷനിൽ ഇതൊക്കെ പഞ്ചാധികയാണ്. പള്ളി പരിഹാരത്തിന്റെ കേന്ദ്രമാണ്. പള്ളി പ്രശ്നത്തിന്റെ കേന്ദ്രമല്ല, പള്ളി കുഴപ്പത്തിന്റെ കേന്ദ്രമല്ല. ഉള്ള ആളുകളുടെ മദീന പള്ളി ആ നാട്ടുകാരുടെ മുഴുവനും പ്രശ്നത്തിന്റെ പരിഹാര കേന്ദ്രമാണ്. പള്ളിയിലൂടെ പരിഹരിച്ചെടുക്കുകയാണ്. പള്ളിയെ തൊട്ടൊരാളെയും ദൂരത്താക്കരുത്. തമ്മാടികളെയും അടുപ്പിക്കണം, കഞ്ചാവുകാരെയും അടുപ്പിക്കണം. തെമ്മാടികളെ വിളിച്ചിട്ട് അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കണം. ദൂരത്താക്കുകയല്ല വേണ്ടത്, അടുപ്പിച്ചിട്ട് അവരെ നന്നാക്കി എടുക്കാനുള്ള ശ്രമം പള്ളിയിലൂടെ ഉണ്ടാകണം. അല്ലാഹുവിന് തൗഫീഖ് നൽകണം. അല്ലാഹ്. നബിയുല്ലാഹി സുലൈമാൻ നിർത്തുകയാണ്. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയായി. എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞു നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞു. സുലൈമാൻ നബിക്ക് ഇതൊന്നും ആവശ്യമില്ല. ഒറ്റക്ക് പള്ളി ബൈത്തുൽ മുഖദ്ദസ് കെട്ടാൻ മതിയായ സമ്പത്തും അധികാരവും അധികാരമൊക്കെ ഉള്ള ആളാണ് നബിയുല്ലാഹി സുലൈമാൻ. പക്ഷെ പള്ളി അങ്ങനെ കെട്ടിയില്ല.
അറബിന്റെ പള്ളിനെ കാട്ടി ബറക്കത്ത് നമ്മളെ പള്ളിക്കാണ്. നമ്മളിങ്ങനെ അറബിന്റെ പള്ളി അനർബിന്റെ പള്ളിയാണ് വേണ്ടത്. അള്ളാഹു നമുക്ക് ഇത്രയൊക്കെ നിയമത്ത് തന്നിട്ട് നമ്മൾ പിന്നെയും എല്ലാവരും ചോദിക്കുക, എല്ലാവരുടേതുണ്ടാകണം. ജമാഅത്തിലെ ഓരോ വീട്ടുകാരന്റെയും സദഖ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഉണ്ടാകണം. അതിലാണ് ബറക്കത്ത്. അതിന്റെ ബറക്കത്ത് ഒരു അറബിന്റെ ഉപ്പാന്റെ പള്ളിയാണെങ്കിലും ആ ബറക്കത്ത് ഇല്ല, ആ ബറക്കത്ത് കിട്ടൂല. അതിന്റെ പാരമ്പര്യമാണ് ബൈത്തുൽ മുഖദ്ദസ് കെട്ടുമ്പോ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം എല്ലാവരും സദഖ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാരും കൊണ്ടുവരണം സദഖ, എല്ലാരും സദഖ കൊണ്ടുവരണം. എല്ലാവരും സദഖ കൊണ്ടുവന്നു. പള്ളിക്ക് സദഖ ചോദിക്കുന്നത് നാണക്കേടാവണ്ട. കമ്മിറ്റിക്കാർ നിങ്ങൾ ആവശ്യത്തിനല്ലല്ലോ, പള്ളിക്ക് വേണ്ടി എല്ലാ വീട്ടുകാരോടും ചോദിക്കണം. ഓരോ പണിയെടുക്കുന്ന ചെറുപ്പക്കാരനോടും ചോദിക്കണം. ഓരോ പ്രവാസിയോടും ചോദിക്കണം. അവന്റെ വകയിൽ ഒരു എമൗണ്ട്, അത്ര ഇത്ര എന്നല്ല. വേർത്തൊലിച്ചിട്ട് നിർത്താനാവുമ്പോ അല്ലെ പോവാനാവുമ്പോ കാറ്റിട്ടിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. അൽഹംദുലില്ലാഹ് ഞാൻ കണ്ടിട്ടില്ല ഫാൻ പറഞ്ഞ നല്ല സുഖമുണ്ട്, നല്ല കാറ്റ്. സുലൈമാൻ മഞ്ഞുമാണ്. എക്സാമിന്റെ സമയങ്ങൾ അടുത്ത് വരികയാണ്. കുറച്ചും കൂടി പറയാൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാരും ബൈത്തുൽ മുഖദ്ദസ് കെട്ടാൻ വേണ്ടി പൈസ കൊണ്ടുവന്നു. ആരാ? ലോകം അടക്കി ഭരിച്ച നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആവശ്യമുണ്ടോ? ഇല്ല. ലോകം അടക്കി ഭരിച്ച വലിയ കോടീശ്വരനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. നിങ്ങൾ ചോദിക്കരുത് കമ്മിറ്റിയിലുണ്ടല്ലോ പൈസക്കാർ, അവർക്ക് ഇട്ടം കണ്ട ഞങ്ങൾ അല്ല. നിങ്ങൾ ജമാഅത്ത് ആരാണോ? നിങ്ങൾ ഈ പള്ളിന്റെ കാട്ടിൽ കിടക്കേണ്ടവരാണോ? ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാരും സഹായിക്കുക. നല്ല സംഭാവന, നല്ല സംഭാവന. പെണ്ണുങ്ങളെ ഭാഗത്തേക്കാ പോയിട്ട് വന്നതാ? ആണുങ്ങൾ മുസാഫയത്തിൽ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്ന ഇതൊന്നുമല്ല. നിങ്ങളെല്ലാ ഉമ്മാവും എല്ലാ ഉപ്പാവും നിങ്ങളെല്ലാ മക്കളോടും പറയണം, ഒരംശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാസത്തെ ശമ്പളം, ഒരു 15 ദിവസത്തെ ശമ്പളം, നല്ല ശമ്പളം ഉള്ളത്ര ഒരു മാസത്തെ ശമ്പളം, അത്ര എന്റെ പള്ളി എന്റെ 15 ദിവസത്തെ ശമ്പളം, അല്ലെങ്കിൽ എന്റെ സ്വർണം. ഇങ്ങനെ ഉമ്മയും ഉപ്പയും മക്കളോട് പറയുക, മോനെ എന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ദ്വാരക്കാം. നമ്മളെ പള്ളി വിചാരിച്ചതിനെ കാട്ടി വേഗം പൂർത്തിയാണ്. നമ്മളെ പള്ളി ആരെ പള്ളിയല്ല, കമ്മിറ്റിക്കാരതല്ല പള്ളി, ഉസ്താദ്മാർദല്ല പള്ളി. പള്ളി ആരതാണ്? അള്ളാഹുവിന്റെ. നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണ്. നമ്മളുടെ പള്ളി അങ്ങനെ പറയണം. കമ്മിറ്റിക്കാര പള്ളി, ഓറ പള്ളി എന്ന് പറയാൻ തുടങ്ങിയത് മുതലാണ് പള്ളിയിൽ കുഴപ്പം തുടങ്ങിയത്. പണ്ട് അള്ളാന്റെ പള്ളി മാത്രം ഉണ്ടാകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അല്ലേ കമ്മിറ്റിക്കാർക്ക് പേരായി, ഉസ്താദന്മാർക്ക് പേരായി. ഏതുമാകട്ടെ, നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എല്ലാവരും സദഖ കൊണ്ടുവരണം. എല്ലാവരും വലിയ സദഖകൾ കൊടുത്തു. ഒരു ഉമ്മ നടന്നു വരികയാണ്. ആ ഉമ്മാക്ക് ജോലിയില്ല, ആ ഉമ്മാക്ക് സ്വത്തുക്കളില്ല, ആ ഉമ്മാക്ക് മക്കളില്ല. ഉമ്മ ഓടി വരികയാണ്. ഒരു ദിവസമാണ് സദഖ സ്വീകരിക്കുന്ന ദിവസം. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ഇരിക്കുന്നുണ്ട്. മുത്തുമുഅ്മിനീങ്ങളെ, കമ്മിറ്റിക്കാർ വരുമ്പോ അവരെ ചീത്ത പറഞ്ഞു വിടരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരെ കുറ്റം പറയരുത്. അവർ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്നവരല്ല. അവർ നല്ല നിയത്തോടെ ചെയ്യുകയാണെങ്കിൽ, ഇഖ്ലാസോടെ ചെയ്യുകയാണെങ്കിൽ, തഖ്വയോടെ ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയാ. അതുകൊണ്ട് അവരെ ആക്ഷേപിക്കരുത്. പിരിവെടുക്കുകയാ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാരും പിരിവെടുത്ത്, എല്ലാരും കൊടുത്ത് ഒരു ഉമ്മ ഓടി വരികയാ. യാ നബിയല്ലാഹ്, ഓ സുലൈമാൻ നബിയേ, എന്റെ സദഖയുണ്ട്, എന്റെ സദഖയുണ്ട്. എന്താ? ആ ഉമ്മ വന്നിട്ട് കൊടുക്കുക. ഇന്ന് എനിക്ക് കിട്ടിയതിൽ എന്റെ ബാക്കി ഇതാ. സുലൈമാൻ നബി അലൈഹിസ്സലാം നോക്കുമ്പോഴെന്താ? ഒരൊറ്റ വിത്ത്, ഒരു ഹബ്ബ, ഒരു വിത്ത്.
വിത്ത് എന്ന് പറഞ്ഞാല് ചിലപ്പോ അത് കടലയാകാം, എന്തുമാകാം. ഒരൊറ്റ വിത്ത്, ഒരു വിത്തേ ഉള്ളൂ. ഞാനും അതിൽ ഷെയറുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് കെട്ടുമ്പോ എന്റെ സദഖ ഇല്ലാതെ ആവില്ലല്ലോ, എനിക്കും കൂലി വേണമല്ലോ. നബിയായിട്ടുള്ളവരെ, എനിക്ക് ജോലിയില്ല, എനിക്ക് സമ്പത്തില്ല, എന്നിൽ ഒരുപാടില്ല, എന്നിൽ ഇന്ന് കിട്ടിയതിൽ ബാക്കി ഇത് മാത്രമാ നബിയേ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ആ ഉമ്മാക്കും അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലയോ? ഉമ്മാന്റെ സദഖയും സ്വീകരിച്ചില്ലയോ? അതുകൊണ്ടില്ലേ എല്ലാവരും അവരവർക്കുള്ളത് അല്ലാഹുവിന്റെ ഭവനത്തിന് നൽകണേ, നൽകാതെ പോകല്ല. പള്ളികളിൽ ആയിരക്കണക്കിന് മാലാഖമാർ അവർ സുജൂദ് ചെയ്യുന്ന ഇടമാ, ചിന്മക്കളെ സുജൂദ് ചെയ്യുന്ന ഇടമാ. എല്ലാം വളരെ മനോഹരമാകാം. ഖബർ വിശാലമാകണോ, മഹ്ശറയിൽ രക്ഷപ്പെടണോ, അല്ലാഹുവിന്റെ പള്ളിയുടെ കാര്യം നീ ഏറ്റെടുത്തോ. അല്ലാഹ് തന്നതിൽ ലക്ഷങ്ങൾ പൊടിപൊടിച്ചിട്ട് വീടുണ്ടാക്കിയില്ലേ, വാഹനം വാങ്ങിയില്ലേ, മൊബൈലുകൾ മാറി മാറി വാങ്ങിയില്ലേ, ഒരുപാട് ഫർണിച്ചറുകൾ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകൾ വീടിനെ മോടി പിടിപ്പിച്ചില്ലേ, ഡെക്കറേഷന് എല്ലാം ചെലവഴിച്ചില്ലേ, മക്കളുടെ കല്യാണത്തിൽ ലക്ഷങ്ങൾ കൊടുത്ത് ചെലവഴിക്കില്ലേ, രോഗം വന്നപ്പോ ലക്ഷങ്ങൾ മുടക്കിയില്ലേ, ഇനി രോഗം വന്ന ലക്ഷങ്ങൾ മുടക്കില്ലേ. അതുകൊണ്ട് ബാദിറൂ ബിൽഅമ, രോഗം വരാൻ കാത്തു നിൽക്കണ്ട, മരിക്കാൻ കാത്തു നിൽക്കണ്ട, മക്കള് കൊടുക്കുമെന്ന പ്രതീക്ഷ വേണ്ട, മക്കള് മരിക്കാൻ കാക്കുകയാ. ചില മക്കളൊക്കെ പറയലുണ്ട്, ഉസ്താദേ ഉപ്പാക്ക് സുഖമില്ല, സലാമത്താവാൻ ദ്വാരക്കണം ഉസ്താദേ, സലാമത്താകണം ദ്വാരക്കണം എന്ന് പറഞ്ഞ ഉപ്പോണ്ട് മരിച്ചു കിട്ടാനാ. കൽബിന്റെ ഉള്ളിലുള്ള കൊതി ഉപ്പ മരിച്ചു കിട്ടാനാ. സ്വലാത്ത് ദുആ ചെയ്യാൻ സംഭാവന കൊണ്ടുവന്നവൻ ഉസ്താദേ വലിയ മുറാദ് ഹാസിലാകാ. അവനോട് ചോദിക്കപ്പെട്ടു, അല്ല മോനെ നിന്റെ മുറാദ് എന്താ? ഉസ്താദേ സീക്രറ്റാ, ഇത് പറയാൻ പറ്റിയ മുറാദല്ല. ഉസ്താദ് പറഞ്ഞു, മോനെ നിന്റെ മുറാദ് പറഞ്ഞോ. മുറാദ് മനസ്സിൽ വെച്ച് ദുആ ചെയ്താ അല്ലാഹ് പെട്ടെന്ന് ഉത്തരം തരുമല്ലോ. ആരോടും പറയില്ല, മുറാദ് പറഞ്ഞോ. പൊന്നുമോ മുറാദ് പറഞ്ഞത് എന്താണെന്നറിയോ? ഉപ്പമാർ കേക്കണേ, ഉമ്മമാർ കേക്കണേ. ഉസ്താദേ എന്റെ ഉപ്പോണ്ട് മരിച്ചു കിട്ടണേ. ഇതാ പൊന്നുമോന്റെ മുറാദ്. അല്ല മോനെ എന്തിനാ? ഓൻ പറയുന്നു, ഉസ്താദേ ഉപ്പാക്ക് ലക്ഷങ്ങൾ കോടികൾ വരുന്ന സ്വത്തുപ്പാന്റെ പേരിലുണ്ട്, അത് ഓഹരി വെക്കുന്നില്ല, അത് വിധിച്ചു തരുന്നില്ല. ഞങ്ങൾക്ക് സുഖിക്കണ്ടേ ഉസ്താദ്, ഞങ്ങൾക്ക് വീട് വെക്കണ്ടേ ഉസ്താദ്? ഉപ്പ പറയുന്നുണ്ട്, മരിച്ചിട്ടല്ലാതെ കിട്ടൂല, ഞാൻ മരിക്കാതെ തരൂല. ഉപ്പ പറഞ്ഞപ്പോ പൊന്നുമക്കളുടെ പണി എന്താ? സ്വലാത്തിന് നേർച്ച, മുറാദ് ഹാസിലാവാ. മക്ബറയിൽ നേർച്ച, മുറാദ് ഹാസിലാവാ. വയലിന് നേർച്ച, മുറാദ് ഹാസിലാവാ. എന്റെ ഈ മുറാദ് ഈ ഉപ്പ മരിച്ചിട്ട് മക്കൾക്ക് സ്വത്ത് കിട്ടലാ മുറാദ്. ഇതുപോലോത്ത മക്കളായാലോ എടുത്തു വെക്കണ്ട. ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ ഫൻസിയാ. ദാരിദ്ര്യം വന്നുപോയാ എനിക്കറിയാ. 2 ഫാക്ടറിയുടെ മുതലാളി, 2 ഫാക്ടറി നടത്തിയ മുതലാളി 6000 ശമ്പളത്തിന് ബേക്കറിയിലെ പണിക്കാരനായിട്ടുണ്ട്. 2 ഫാക്ടറികളുടെ മുതലാളിയായിരുന്നു. 40 ജോലിക്കാരുണ്ടായിരുന്നു. ഒരാൾക്കും
കൊടുക്കാടെടുത്ത് വെച്ചത് എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലയോ? ചെലവിന് വേണ്ടി 6000 റുപ്യ ശമ്പളത്തിന് വേണ്ടി ജോലിക്ക് ബേക്കറിയിൽ പോകേണ്ടി വന്നില്ലയോ? ഹബീബ് ചോദിക്കുകയാ, ദാരിദ്ര്യമാണോ കാത്തിരിക്കുന്നത്? കാത്തിരിക്കണ്ട, ഉള്ളത് കൊടുത്തോ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അല്ല, മാറാവ്യാധികളായ രോഗങ്ങളാണോ? ഇപ്പൊ ആരോഗ്യല്ലേ? അല്ല, രോഗം തന്നെ. മാറാവ്യാധികളായാൽ ക്യാൻസറിന് അടിമപ്പെട്ടു പോയാ 2 വെള്ളിയാഴ്ച മുമ്പ് പള്ളിയിലേക്ക് ഒരാള് വന്നു, സങ്കടം പറഞ്ഞു. ഞാൻ ചോദിച്ചു, അല്ലെന്റെ 19 വയസ്സുള്ളയാളാ, ക്യാൻസർ രോഗിയാ, കാഷ്ടം ബാഗിലാ. സുബ്ഹാനല്ലാഹ്, നമ്മള് സുഖമായി കാട്ടിക്കുന്നില്ലേ? സുഖമായി മൂത്രമൊഴിക്കുന്നില്ലേ? സുഖമായി സംസാരിക്കുന്നില്ലേ? സുഖമായി കേൾക്കുന്നില്ലേ? ഒരൊറ്റ തവണ പോലും ഈ കാട്ടിക്കുന്നതിനെ പറ്റി, മൂത്രിക്കുന്നതിനെ പറ്റി, ശ്വാസം വലിക്കുന്നതിനെ പറ്റി, കണ്ണിന്റെ കാഴ്ച പറ്റി കാണുന്നില്ലേ? നോൽക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? കടന്നിട്ട് എണീക്കുമ്പോ പാദരോഗം വന്നവരില്ലേ? വീട്ടിൽ നിന്ന് പോയവർ, അപകടത്തിൽപ്പെട്ട് കാല് പോയവരില്ലേ? കൈ പോയവരില്ലേ? ബോധം കെട്ടുപോയവരില്ലേ? ഓർമ്മശക്തി പോയവരില്ലേ? മാനസിക രോഗികളില്ലേ? എത്രയെത്ര ഉഷാറുള്ളവരാ! കളിക്കുമ്പോ മറിഞ്ഞു വീണവർ, ചിരിക്കുമ്പോൾ മറിഞ്ഞു വീണവർ, ഓടുമ്പോ മറിഞ്ഞു വീണവർ, നടക്കുമ്പോ മറിഞ്ഞു വീണവർ. നിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാ? അതുകൊണ്ട് രോഗത്തെ കാത്തിരിക്കല്ല, രോഗം വരാൻ കാത്തിരിക്കണ്ട. ഇപ്പൊ ആരോഗ്യല്ലേ? ഇഴപ്പ കെട്ടുപോകുമെന്ന് ആര് കണ്ടോ? എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രോ! 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ കാലുവേദന കൊണ്ട് മാംഗ്ലൂരിൽ കൊണ്ടുവരപ്പെട്ടു. 2 മാസം കഴിഞ്ഞ് 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വന്നിട്ട് മയ്യിത്തായിട്ടല്ലയോ? കാലിന് ക്യാൻസർ ബാധിച്ച 19കാരന് കൊണ്ടുപോയിട്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ട് 19കാരന്റെ മയ്യിത്ത. അതുകൊണ്ട് ചെറുപ്പക്കാരെ, പണമുള്ളവരെ, മുതലാളിമാരെ, ആരോഗ്യം റബ്ബിന്റെ കയ്യിലാ. പണം കൊടുത്താ കിട്ടുന്നതല്ല. ആരോഗ്യം പോയാ വലിയ കോടീശ്വരം പറഞ്ഞിട്ടുണ്ട്, അവന്റെ ബ്രെയിൻ ട്യൂമറാ. അവൻ പറഞ്ഞില്ലേ, ആചാർ പറഞ്ഞില്ലേ, എന്റെ വീട് വിൽക്കാ, എന്റെ കാറുകൾ കൊടുക്കാ. ബ്രെയിൻ ട്യൂമർ എന്ന് സുഖമായി കിട്ടിയ ട്യൂമർ ഒന്ന് മാറിക്കഴിഞ്ഞ എന്തും ചെലവഴിക്കാൻ ഞാൻ തയ്യാറാ. ഇല്ല, സുഖമായില്ല. ആചാരുടെ കെട്ടിടങ്ങൾ ഉപകാരപ്പെട്ടില്ല, കാറുകൾ ഉപകാരപ്പെട്ടില്ല, തോട്ടങ്ങൾ ഉപകാരപ്പെട്ടില്ല. ആചാർ മരിച്ചു പോയില്ലയോ? അതുകൊണ്ട് മാരക രോഗത്തെ കാത്തിരിക്കണ്ട. അല്ല, നിങ്ങൾ മരണമാണോ കാത്തിരിക്കുന്നത്? മരിക്കണ്ട മുമ്പിനെ, മരിക്കണ്ട സഹോദരാ, മരിക്കണ്ട പെങ്ങളെ, മരിക്കണ്ട ഹാജിമാരെ. ആരോട് ഇല്ലാന്ന് പറഞ്ഞാലും ഉള്ളതും ഇല്ലാത്തതോ അറിയുന്ന റബ്ബില്ലേ? കോടികൾ കൊടുത്താ കിട്ടാത്ത
കോടികൾ കൊടുത്താ കിട്ടാത്ത നിയമത്തില്ലയോ? മരണത്തെ കാത്തിരിക്കണ്ട. മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, പിന്നെ ആയുസില്ല, പിന്നെ അവസരമില്ല. അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന് മുമ്പ് എല്ലാം റബ്ബിന്റെ വഴിയിലായി ചെലവഴിച്ചിട്ട് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ മരിച്ചു പോയവരാണ്. മരണത്തിന് ആരോഗ്യം പ്രശ്നമല്ല, വയസ്സ് പ്രശ്നമല്ല, അധികാരം പ്രശ്നമല്ല. എല്ലാവരും മരിക്കേണ്ടവരാണ്. ഇന്ന് മരിച്ചാ പിന്നെ പ്രസിഡന്റ് അല്ല, പിന്നെ ഖത്തീബല്ല, പിന്നെ ഉസ്താദല്ല, മുഅദ്ദിനല്ല, മുഅല്ലിമല്ല, ഹാജാറല്ല. ആളുകൾ മയ്യിത്ത് എന്ന് വിളിക്കുന്ന ഒരു ദിവസം നമുക്ക് വന്നെത്തുമ്പോ അന്ന് സുഖമായി പോകണ്ടയോ? നല്ല ആളുകൾ ലോകത്തോട് വിട പറയുമ്പോ റഖീബ് അതീദ് അലൈഹിമസ്സലാം വന്നിട്ട് പറയുകയാണ്, ജസാക്കല്ലാഹു അന്നാ ഖൈറാ. ഓ മനുഷ്യ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. ആ സക്കറാത്തിന്റെ വേദന, ആ മരണത്തിന്റെ വേദന അനുഭവിക്കാൻ കഴിയോ? മരിക്കുമ്പോ ഈമാനോടെ മരിക്കണ്ടേ, നല്ല മരണം കിട്ടണ്ടേ. പെറുക്കിയെടുക്കുന്ന മയ്യിത്താകരുത്, പോസ്റ്റ്മോർട്ടത്തിന് വിധേയക്കപ്പെടുന്ന മരണമാകരുത്, കുടുംബങ്ങൾ കാണാൻ പറ്റാത്ത മയ്യിത്താകരുത്, ആളുകൾ കളിയാക്കി ചിരിക്കുന്ന മരണമാകരുത്. ചിരിച്ച യാത്ര പോകണ്ടേ, ചിരിച്ച യാത്ര പോകാ. ഒരാളുടെയും കണ്ണുനീരിന് കാരണമാവരുത്, ഒരാളെയും സങ്കടപ്പെടുത്തരുത്, ആരെയും കരയിക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും ആക്രമിക്കരുത്. നല്ലവരായി ജീവിക്കണം, ഈമാനോടെ മരിക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാം ദീനിന് വേണ്ടി കൊടുത്ത ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ മറുഭൂമിയിലായി, ടണ്ടിന്റെ അടിയിലായി, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ ലോകത്തോട് വിട പറയുമ്പോ ഹബീബ് തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകുകയാ. ഹബീബ് പറയുകയാണ്, ഖദീജ, എന്നെ ഭർത്താവായതിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, യാതന വേദനകൾ അനുഭവിച്ചുവല്ലോ ഖദീജ. എല്ലാം ദീനിന് വേണ്ടി ചെലവാക്കിയല്ലോ ഖദീജ. ഹബീബ് തങ്ങളോട് ഖദീജ ഉമ്മ പറയുകയാ, നബിയേ, അങ്ങയുടെ കൂടെ കൂടിയിട്ട് എനിക്കൊരു നഷ്ടവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. അവിടത്തെ കയ്യോട് ഹബീബ് തങ്ങളുടെ കയ്യെ ചേർത്ത് പിടിച്ച് ഹബീബ് തങ്ങളോട് മുഖത്തോട് ഉമ്മ വെച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ ഖദീജ അവിടത്തെ കഫൻ ചെയ്യുമ്പോ കോടീശ്വരിയായ ഖദീജ, കച്ചവടക്കാരിയായ ഖദീജ കാലിന്റെ ഭാഗത്തേക്ക് കഫം പുടവ മതിയാകാട് പുല്ല് വെച്ച് കെട്ടിയിട്ടുള്ള കഫൻ ചെയ്യുമ്പോ ഹബീബ് തങ്ങൾ കരഞ്ഞു പോയില്ലയോ? അവരൊക്കെ എല്ലാം കൊടുത്തു സ്വർഗത്തിൽ പോയവരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ വിജയിക്കാൻ നമ്മുടെ നാട്ടിലെ പള്ളി നമുക്ക് ധാരാളമാണ്. നാവിനെ നല്ലവണ്ണം സൂക്ഷിക്കണം, അതുപോലെ നല്ലോണം സ്നേഹമുള്ളവരാകണം, ധാരാളം സ്വതക്ക ചെയ്യണം, അതുപോലെ രഹസ്യമായ അമലുകൾ വർദ്ധിപ്പിക്കണം. നല്ല നല്ല ദിവസങ്ങളൊക്കെ വരികയാണ്.
എല്ലാ മുഅ്മിനീങ്ങളും ജാഗ്രതയുണ്ടാകണം. നമ്മുടെ മക്കളെ നല്ലോണം ജാഗ്രതയോടെ പോറ്റണം. ചെറിയ മക്കൾ കള്ളിന് അടിമപ്പെടുന്നില്ല, കഞ്ചാവിന് അടിമപ്പെടുകയാണ്, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുകയാണ്. ചെറിയ മക്കളൊക്കെ ഇന്ന് ഉക്ക വലിക്കുക സുലഭമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ സിഗരറ്റ് വലിക്കുക. ഉമ്മമാര് ശ്രദ്ധിക്കണം, ഉപ്പമാര് ശ്രദ്ധിക്കണം. വെക്കേഷൻ സമയങ്ങളിലൊക്കെ മക്കൾ പുഴക്കരയിൽ കുളിക്കാൻ